വള്ളുവനാട് ഹിന്ദുമത പരിഷത്തിന്റെ 11ാമത് വാർഷിക സമ്മേളനം ഡിസംബർ 27 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കൂറ്റനാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 27-ന് രാവിലെ 8 മണിക്ക് 500ഓളം വരുന്ന അമ്മമാരുടെ ലളിത സഹസ്രനാമാർച്ചനയോടെ പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് 11 മണിക്ക് തൃത്താല യജ്ഞേശ്വരം ക്ഷേത്ര പരിസരത്തു നടക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം എം.ആർ. രാജേഷ് നിർവഹിക്കും. തുടർന്ന് കലാപരിപാടികളും വൈകിട്ട് 4-ന് പ്രശസ്ത സിനിമാ സീരിയൽ നടൻ ഡോക്ടർ ക്രിസ് വേണുഗോപാലിന്റെ പ്രഭാഷണവും നടക്കും. 28-ന് സ്വാമിനി അതുല്യാമൃതപ്രാണയുടെ പ്രഭാഷണം, തുടർന്ന് കലാപരിപാടികളും വൈകിട്ട് സ്വാമി കൈവല്യാനന്ദ സരസ്വതിയുടെ പ്രഭാഷണവും ഉണ്ടാകും. അതിനുശേഷം 11 മണിക്കാണ് ഉദ്ഘാടന സഭ ആരംഭിക്കുന്നത്. ഉദ്ഘാടനം ചെയ്യുന്നത് ആചാര്യ ശ്രീ എം.ആർ. രാജേഷ്. നമുക്കറിയാം, ഇന്ന് ആര്യസമാജത്തിൽ കൂടെ ഉയർന്നു വന്ന് വൈദിക സംസ്കാരത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ആചാര്യ എം.ആർ. രാജേഷ്. അദ്ദേഹമാണ് നമ്മുടെ ഈ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം ആ സമ്മേളനത്തിൽ വെച്ച് കുറച്ച് അമ്മമാരെ നമ്മൾ ആദരിക്കുന്നുണ്ട്. നമ്മുടെ ആധ്യാത്മിക രംഗത്ത് കുറേ കാലമായിട്ട് നാരായണീയം പാരായണത്തിൽ കൂടെയും അതുപോലെ ദേവി ഭാഗവതം, ദേവി മഹാത്മ്യം, അങ്ങനെ പല പല ക്ഷേത്രങ്ങളും ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കുറേ കാലമായി പ്രവർത്തിക്കുന്ന ചില അമ്മമാരുണ്ട്. അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് അതിലുണ്ട്. അത് പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണമാണ്. ഉച്ചഭക്ഷണത്തിന് ശേഷം കുറച്ച് കലാപരിപാടികൾ, തിരുവാതിരക്കളി, 5-6 ടീമുകളിൽ തിരുവാതിരക്കളി അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ വൈകുന്നേരം വീണ്ടും ഒരു പ്രഭാഷണം ഉണ്ടായിരിക്കും. അതിൽ മുഖ്യ പ്രഭാഷകനായിട്ട് തുടങ്ങുന്നത് ശ്രീ ക്രിസ് വേണുഗോപാൽ. സമാപന ദിവസമായ 29-ന് രാവിലെ 11-ന് ഡോക്ടർ എം ബഷീർ പ്രഭാഷണം നടത്തും. ഉച്ചതിരിഞ്ഞ് നൃത്തനൃത്യങ്ങളും, തുടർന്ന് വൈകിട്ട് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ഡയറക്ടർ ഡോക്ടർ നടേശന്റെ പ്രഭാഷണം, തുടർന്ന് നല്ലേപ്പള്ളി നാരായണാലയത്തിലെ സ്വാമി സന്മയാനന്ദ സരസ്വതി മുഖ്യപ്രഭാഷണം നടത്തും. വൈകിട്ട് 6:30-ക്ക് ഭക്തിഗാനസുധ, തുടർന്ന് ധ്വജാവരോഹണത്തോടെ സമ്മേളനത്തിന് സമാപനമാകും. വള്ളുവനാട് ഹിന്ദുമത പരിഷത്ത് പ്രസിഡന്റ് ടി.കെ. വിനയഗോപാൽ, സെക്രട്ടറി സുരേഷ് കൊടുമുണ്ട, വൈസ് പ്രസിഡന്റുമാരായ സുമംഗല, രവീന്ദ്രൻ വെളിച്ചപ്പാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ് തൃത്താല.